നമ്മൾ വീട് പണിയുമ്പോൾ വീടിൻ്റെ കട്ടില, ജനൽ, ഫർണിച്ചറുകൾ എന്നിവ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് തേക്കിൻ തടികളാണ്. ഇന്ന് ഞാൻ റോഡിൽ കൂടി പോകുമ്പോൾ കണ്ട കാഴ്ചകളാണിത്. ഒരുപാട് സ്ഥലങ്ങളിൽ തേക്ക് മരങ്ങൾ കടപുടി കിടക്കുന്നുണ്ട്. ചിലയിടത്ത് ഗതാഗതം നിലച്ചു, ചിലയിടത്ത് 2 ദിവസമായിട്ട് കറണ്ടില്ല, ചിലയിടത്ത് വീടിൻ്റെ മണ്ടയിലോട്ട് മരം വീണു. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. വീണ മരങ്ങളെല്ലാം തേക്ക് മരങ്ങളാണ്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മരങ്ങളെ അപേക്ഷിച്ച് തേക്ക് മരങ്ങൾ പെട്ടെന്ന് കടപുഴകാൻ കാരണം? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.